ജനുവരി 2017 ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സോളിഡ്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്ക്വയർ പിരമിഡ് 40 mm സൈഡ് 60 mm ഹൈറ്റ് വിത്ത് റെസ്റ്റിംഗ് ഓൺ HP with one of its base edges, so that axis is making 45 degree with HP and the base edge is making 30 degree with VP. Draw the projections. നമുക്ക് ഡയറക്റ്റ് സൊല്യൂഷനിലേക്ക് പോവാം. നമുക്ക് ആദ്യം റെഫറൻസ് ലൈൻ വരയ്ക്കുന്നു. നമുക്ക് 6 പിക്ചർ വരും എന്നുള്ളത് കൊണ്ട് തന്നെ നീളത്തിൽ വരയ്ക്കണം. മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർത്ത് വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കറിയാം 40 mm സൈഡുള്ള സ്ക്വയർ ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. പിരമിഡ് ആയതുകൊണ്ട് നമ്മൾ ഡയഗണൽ ക്രോസ് ചെയ്യണം. ഡയഗണൽ നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. നമുക്ക് നെയിം ചെയ്യുമ്പോൾ 1 2 3 4 കൊടുക്കാം. എപ്പെക്സിന് 1 കൊടുക്കാം. ലൈൻ പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ആക്സിസ് ഹൈറ്റ് വന്നിട്ട് 50 ആണ്. ആക്സിസ് ഹൈറ്റ് തന്നെ വരയ്ക്കണം, ആക്സിസ് ലൈൻ വരയ്ക്കുമ്പോൾ ലോങ് ലൈൻ ഷോർട്ട് ലൈൻ ഫോർമാറ്റിൽ വരച്ചിടാം. Then apex join ചെയ്തു. So we have O dash here, 1 dash, 2 dash, 3 dash and 4 dash. നമുക്കറിയാം ആക്സിസ് ഇൻക്ലിനേഷൻ 45 ഡിഗ്രി ആണ്. ഞാനിത് ആക്സിസ് ലൈൻ വരയ്ക്കാൻ വിട്ടുകൊണ്ട്, സോ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കണം. ആക്സിസ് ലൈൻ തന്നെ വരയ്ക്കണം. നമുക്ക് ആക്സിസ് ലൈൻ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് നീക്കി വരയ്ക്കേണ്ടതായിട്ടുണ്ട്. 45 ഡിഗ്രിയിലാണ് നമ്മൾ ആക്സിസ് ലൈൻ വരച്ചേക്കുന്നത്. ഈ ആംഗിൾ 45 ഡിഗ്രി ആണ്, വിട്ടുപോകരുത്. ബേസ് എഡ്ജ് റെസ്റ്റിംഗ് ഓൺ HP എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇത് ടച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്കിവിടെ പ്രൊജക്ഷൻസ് വരുമ്പോൾ O ഡാഷ് ഇവിടെ വന്നിട്ടുണ്ട്, 3 ഡാഷ് ആൻഡ് 4 ഡാഷ് ഇവിടെ വന്നിട്ടുണ്ട്. ലൈൻസ് ഡ്രോപ്പ് ചെയ്യണം. ലൈൻസ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇമേജ് വരുന്നത് ഇങ്ങനെയാണ്. സോ നമുക്ക് ഇവിടെ നിന്ന് ലൈൻസ് ഹൊറിസോണ്ടലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ നമുക്കിവിടെ 1 ഇവിടെ വന്നു. 1ന്റെ വെർട്ടിക്കൽ ലൈനും 1ന്റെ ഹൊറിസോണ്ടൽ ലൈനും നോക്കുമ്പോൾ 1 ഇവിടെ വന്നു. സിമിലർലി 2 ഇവിടെ വരും, 3 ഇവിടെ വരും, 4 ഇവിടെ വരും. നമുക്ക് സെൻറ്ററായിട്ട് P വരും. ഇതിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയാണ് O വരുന്നത്. ക്ലിയർ? ജോയിൻ 4 to O, 3 to O, 2 to O ആൻഡ് 1 to O. നമുക്ക് ഏകദേശം പിക്ചർ ഇങ്ങനെയാണ് വരിക. അത്രയും ക്ലാരിറ്റി ഇല്ല എന്നിരുന്നാൽ കൂടി നമുക്ക് വരുന്നത് ഏകദേശം വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഇവിടെ ഹിഡൻ ലൈനായിട്ട് വരുന്നത് ഇതാണ്. നമുക്ക് അവിടെ ഡോട്ടഡ് ലൈൻ ആക്കണം. ഈ ലൈൻ നമ്മൾ ആ റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ്, ദാറ്റ് ഈസ് 3 ഡാഷ് 4 ഡാഷ് എന്ന് പറയുന്ന എഡ്ജ് ടോപ്പ് വ്യൂവിൽ നമുക്കത് കാണാൻ പറ്റില്ല. നമ്മളത് ഡോട്ടഡ് ലൈൻ കൊടുക്കണം. സോ ഈ എക്സസൈസ് വരച്ചിട്ടുള്ള നമ്മൾ ലൈൻസ് ഒക്കെ ഒന്ന് മായ്ച്ച് കളയാം. ഒന്ന് നീറ്റാക്കാൻ ശ്രമിക്കുക. നമ്മൾ റെഫറൻസ് ലൈൻ XY എന്നാണ് പേര് കൊടുക്കേണ്ടത്. അത് വിട്ടുപോകരുത്. പലരും റെഫറൻസ് ലൈൻ്റെ പേര് നമ്മൾ വിട്ടുപോകാറുണ്ട്. അത് മാക്സിമം ശ്രദ്ധിക്കുക, വിട്ടുപോകാതിരിക്കാൻ. നമ്മൾ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. നമുക്കറിയാം ഈ ബേസ് എഡ്ജ് റെസ്റ്റിംഗ് ഓൺ HP അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബേസ് എഡ്ജ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് VP-യിലാണ് അടുത്ത് പ്ലേസ് ചെയ്യേണ്ടത്. സോ 30 ഡിഗ്രി ലൈൻ വരണം വരയ്ക്കുക. നമ്മൾ 30 ഡിഗ്രി ടു VP ആയതുകൊണ്ട് 30 ഡിഗ്രി ടു VP വെച്ചിട്ട് ഈ 1 2 എന്ന് പറയുന്ന ബേസ് എഡ്ജ് ഞാനിവിടെ റെഫറൻസ് ലൈനിൽ വെച്ച് 1 2. സോ ദിസ് ഈസ് 1, ഹിയർ വി ഹാവ് 2. ഈ 1 2 നമ്മളിവിടെ പ്ലേസ് ചെയ്തു. പെർപെൻഡിക്കുലർ വരച്ചു, ഇവിടെയും പെർപെൻഡിക്കുലർ വരച്ചു. ദെൻ നമ്മൾ ജോയിൻ ചെയ്തു. ഇവിടെ ആക്സിസിൻ്റെ ഹൈറ്റ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ആ ആക്സിസ് ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിടുക. അത് ഇവിടെ നിന്ന് തന്നെ എടുത്താൽ മതി. തൊട്ടിപ്പുറത്തുള്ള ഈ ഹൈറ്റ് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മളത് ജോയിൻ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ഇമേജ് തന്നെ നമുക്ക് ഇവിടെ വരും. എവിടെ നമുക്ക് 4th ഫിഗർ ആയിട്ട് കിട്ടിയിട്ടുള്ള ഈ പിക്ചർ, ഈ 4th ഫിഗർ തന്നെയാണ് 5th ഫിഗർ ആയിട്ട് വരിക. പക്ഷേ 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഈ ഹിഡൻ ലൈനും കൂടിയും അവിടെ കറക്റ്റ് ചെയ്ത് ചെയ്യണം. ഹിഡൻ ലൈൻ നമുക്കറിയാം. ഹിഡൻ ലൈൻ എന്ന് പറയുന്നത് ഈ എഡ്ജ് ഹിഡൻ ആയിരിക്കും. അത് നമ്മൾ ഇതിലും കൃത്യമായിട്ട് തന്നെ ചെയ്ത് വയ്ക്കുക. നമ്മൾ പോകുന്നത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്കാണ്. ഫ്രണ്ട് വ്യൂവിൽ നമുക്കറിയാം ഇവിടെ നിന്ന് ലൈൻസ് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടതുണ്ട്. 1 ആണ്. അപ്പോൾ ഇത് 1 ആണ്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. നമുക്ക് ഈ 1 നേരെ പ്രൊജക്റ്റ് ചെയ്യണം, 2 നേരെ പ്രൊജക്റ്റ് ചെയ്യണം. സിമിലർലി 4 നേരെ പ്രൊജക്റ്റ് ചെയ്യണം. 4 പക്ഷേ ഹൊറിസോണ്ടൽ XY റെഫറൻസ് ലൈനിലാണ്. ഇവിടെ വരെ പ്രൊജക്റ്റ് ചെയ്താൽ മതിയാവും. 3 ഇവിടെ വരെ പ്രൊജക്റ്റ് ചെയ്താൽ മതിയാവും. സോ നമുക്ക് ഇവിടെ 3 4 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഹിയർ വി ഹാവ് 1 and 2. 1 and 2 നമ്മൾ ഹൊറിസോണ്ടലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ ലൈനുകൾ നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ നമ്മൾ 1 and 2 മാർക്ക് ചെയ്യാം. സോ ഹിയർ വി ഹാവ് 1, ഹിയർ വി ഹാവ് 2. ക്ലിയർ? ഇനി നമ്മൾ ഈ എപ്പെക്സിൻ്റെ പോയിന്റ്, ദിസ് ഈസ് O എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട്. O എന്ന് പറയുന്നതിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ വരാൻ നോക്കുക. അതനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെയാണ് O എന്ന് പറയുന്ന O ഡാഷ്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ O ഡാഷ് ഇവിടെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. ഇതാണ് O ഡാഷ്. സോ ജോയിൻ 1 to O, ജോയിൻ 2 to O, join 3 to O, also join 4 to O. So this is the required object. Required object എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ സെയിം കളർ ലൈൻ വരച്ച് തിക്നെസ് ഒക്കെ സെയിം ആയതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഇല്ല. നിങ്ങളിത് പെൻസിൽ വെച്ച് പ്രോപ്പർ തിക്നെസ്സിൽ വരയ്ക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടും. നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡയമെൻഷൻ ലൈൻസും പ്രൊജക്ഷൻ ലൈൻസും, ഈ കാണുന്ന ഈ കൺസ്ട്രക്ഷൻ ലൈൻസും പ്രൊജക്ഷൻ ലൈൻസും എല്ലാം തിൻ ലൈൻസ് ആണ്.
ഓൺലി ദ ഒബ്ജക്റ്റ്, അതായത് ഈ പിരമിഡുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ പിരമിഡുകളും മാത്രമേ നമ്മൾ ഡാർക്ക് ചെയ്ത് കണ്ടിന്യൂസ് തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കാനായിട്ട് പാടുള്ളൂ. നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ഇങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ വരുന്നത്. നമ്മൾ ഡിഫൈൻ പറഞ്ഞതെല്ലാം ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. ഇത് 40 mm സ്ക്വയർ ആണ്, സ്ക്വയർ പിരമിഡ് ആയതുകൊണ്ട് ഡയഗണൽ ഇവിടെയുണ്ട്. എല്ലാം അത് ഫസ്റ്റ് പിക്ചറായിട്ട് നമുക്കിത് വരയ്ക്കാം. സെക്കൻഡ് പിക്ചറായിട്ട് നമ്മൾ വരയ്ക്കുന്നത് ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. ഈ ടോപ്പ് വ്യൂവിൽ നിന്നാണ് നമ്മൾ ഈ ഫ്രണ്ട് വ്യൂയിലേക്ക് പോകുന്നത്. ഇതാണ് നമ്മൾ സെക്കൻഡ് ആയിട്ട് വരയ്ക്കുന്നത്. ദെൻ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് ഈ ലൈൻ വരച്ചിട്ടാണ് നമ്മൾ തേർഡ് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ തേർഡ് പിക്ചർ നമ്മൾ 4ാമത്തെ പിക്ചറായിട്ട് ഇതാണ് വരയ്ക്കുക. അത് നമ്മൾ ചെയ്യാനായിട്ട് ലൈൻസ് താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഒരു ഏരോ മാർക്ക് ഞാൻ കൊടുക്കുന്നത് മാത്രം ഏരോ മാർക്ക് കൊടുക്കാം. നമുക്ക് താഴത്തേക്കാണ് ഡ്രോപ്പ് ചെയ്യുന്നതുകൊണ്ട് 4th പിക്ചറായിട്ട് ഇത് വരച്ചു. ദെൻ ബേസ് എഡ്ജ് 30 ഡിഗ്രി ഇൻക്ലൈൻ ടു VP ആയിട്ട് നമ്മൾ ഇവിടെ 5ാമത്തെ പിക്ചർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. 5ാമത്തെ പിക്ചർ ഈ സെയിം ആസ് 4th വൺ, പക്ഷെ നമ്മളത് റൊട്ടേറ്റ് ചെയ്തു, 30 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ? ദെൻ 5ാമത്തെ പിക്ചർ കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ നെയിമിംഗ് ABCD ആൻഡ് എപെക്സ് O ഇത്രയും കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ 6ാമത്തെ പിക്ചർ ആയിട്ടുള്ള ഫൈനൽ സൊല്യൂഷനിലേക്ക് പോവുകയാണ്. ഫൈനൽ സൊല്യൂഷനിൽ നമ്മൾ ഈ ലൈൻസ് ഇവിടെ നിന്ന് വെർട്ടിക്കലായിട്ട് പ്രൊജക്ട് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഹൊറിസോണ്ടലായിട്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഡയറക്ഷനിൽ ലൈൻസ് പ്രൊജക്ട് ചെയ്യുക, ഹൊറിസോണ്ടലായിട്ട് ലൈൻസ് പ്രൊജക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ പിക്ചറും കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് വരയ്ക്കാൻ പറ്റും. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ 6th വൺ നിങ്ങൾ ഈ ഹിഡൻ ലൈൻ വരയ്ക്കാൻ മറക്കരുത്. നമുക്ക് ഇവിടെ 3 ലൈൻ ഹിഡൻ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4ാമത്തെ പിക്ചറിൽ ഒരു ലൈൻ ഹിഡൻ ഉണ്ട്, അതുപോലെ തന്നെ 5ാമത്തെ പിക്ചറിൽ ഒരു ലൈൻ ഹിഡൻ ഉണ്ട്. 6ാമത്തെ പിക്ചറിലേക്ക് വരുമ്പോഴേക്കും 3 ലൈൻസ് ഹിഡൻ ആയിട്ട് വരുന്നുണ്ട്. സോ നമ്മൾ ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പകർന്നു കൊടുക്കുക. താങ്ക്